മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിനടുത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലോറ ഗുഹകൾ അത്ഭുതങ്ങളുടെയും നിഗൂഢതകളുടെയും ഒരു പറുദീസ തന്നെയാണ്. AD 400 മുതൽ 900 വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന 34 ഗുഹകൾ ഉൾപ്പെടുന്ന ഗുഹാസമുച്ചയമാണത്. ആദ്യത്തെ 12 ഗുഹകൾ ബുദ്ധമതസ്ഥരാലും 13 മുതൽ 29 വരെ ഹിന്ദുമതസ്ഥരാലും 30 മുതൽ 34 വരെയുള്ളവ ജൈനമതസ്ഥരാലും നിർമ്മിതമാണിത്. ഇതിലെവിടെയും തന്നെ ഒരു ചെറിയ കല്ല് പോലും പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഉപയോഗിച്ചിട്ടില്ല. 1500ഓളം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും സർവാഡംബരങ്ങളോടുകൂടെ നിറവേറ്റിയിരുന്നു ഈ നിർമ്മിതികൾ. ക്ഷേത്രങ്ങൾ, ബഹുനില സത്രങ്ങൾ, വിശാലമായ ഊട്ടുപുരകൾ, പഠനമുറികൾ, ആദിവാസി സമൂഹത്തിനായുള്ള മഴക്കാല വസതികൾ, സമ്മേളന ഹാളുകൾ, ബുദ്ധവിഹാരങ്ങൾ എന്നിവയടങ്ങിയ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആധുനിക സാമൂഹ്യ ജീവിതത്തിന്റെ ശേഷിപ്പുകളാണ് എല്ലോറ ഗുഹകൾ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ നിർമ്മിതിയായ കൈലാസനാഥ ക്ഷേത്രമാണ് എല്ലോറയിലെ മുഖ്യ ആകർഷണം. ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് കല്ലുകൾ വെട്ടിമാറ്റി നിർമ്മിച്ചതാണിത്. ഇത്തരത്തിൽ നിർമ്മിച്ച ലോകത്തിലെ ഏക നിർമ്മിതിയാണിത്. ഒരു വലിയ കരിങ്കല്ലിന്റെ പാറ കുഴിച്ച് അതിന്റെ ഉൾവശത്തെ കല്ല് മുഴുവനും തുരന്നു കളഞ്ഞ് 4 വശത്തും ചുമരുകൾ മാത്രം ബാക്കി വെച്ച് അതിനെ ഒരു മുറിയാക്കി മാറ്റാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? എങ്കിൽ കേൾക്കുക. അങ്ങനെ ഒരു മലയെ തന്നെ ഒരു ക്ഷേത്ര സമുച്ചയമാക്കി മാറ്റിയ കഥ പറയാനുണ്ട്. എല്ലോറ ക്ഷേത്ര സമുച്ചയങ്ങൾ അത്ഭുതങ്ങളുടെ ഒരു പറുദീസയാണ്. ഒരുപക്ഷെ ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളും ചേർത്ത് വെച്ചാലും ഇവിടെയുള്ള കൈലാസനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയുടെ 7 അയലത്ത് പോലും വരില്ല എന്നതാണ് സത്യം. കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകളോ മറ്റോ ചേർത്ത് വെച്ചല്ല, മറിച്ച് ഒരു വലിയ കരിങ്കൽ മല അങ്ങനെ തന്നെ ക്ഷേത്രമാക്കി മാറ്റുകയായിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത് ഒരു വലിയ മലയെ മുകളിൽ നിന്നും തുരന്ന് താഴേക്ക് വന്നുകൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു എന്നാണ്. അവിടെയുള്ള ഒരു തൂണിന് മാത്രം ഉയരം 100 അടിയുണ്ട്. ചരിത്രകാരന്മാർക്കും പുരാവസ്തു ഗവേഷകർക്കും ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു കാര്യമാണ് എങ്ങനെ അതിനുള്ളിൽ നിന്നും ഇത്രയധികം കല്ല് തുരന്ന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നത്. പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഏകദേശം 4 ലക്ഷം ടൺ പാറയെങ്കിലും അതിനുള്ളിൽ നിന്നും തുരന്നു മാറ്റിയിട്ടുണ്ടാകുമെന്നാണ്. ആൾക്കാരെ വെച്ച് തുരന്നു മാറ്റിയാൽ 100 കണക്കിന് വർഷത്തെ പരിശ്രമം വേണ്ടിവരും. പക്ഷേ ചരിത്രം പരിശോധിച്ച ചരിത്രകാരന്മാർ പറയുന്നത് ഇത് നിർമ്മിക്കാൻ കേവലം 20 വർഷത്തിൽ താഴെയേ എടുത്തിട്ടുള്ളൂ എന്നാണ്. അങ്ങനെയെങ്കിൽ 1 മണിക്കൂറിൽ 5 ടൺ പാറയെങ്കിലും തുരന്നു മാറ്റണം. ഇന്നത്തെ അഡ്വാൻസ് ആയ എല്ലാ മെഷീനും കൊണ്ടുവന്നാലും മണിക്കൂറിൽ 1/2 ടൺ പോലും തുരന്നു മാറ്റാൻ പറ്റില്ലെന്ന് ആധുനിക ശാസ്ത്രജ്ഞരും സമ്മതിക്കുന്നു. എല്ലോറ ഗുഹകളെ സംബന്ധിച്ച് ഒരുപാട് അതിശയകരമായ വസ്തുതകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും അത്ഭുതം സൃഷ്ടിക്കുന്നത് ഈ 34 ഗുഹകളിൽ നിന്നും മുറിച്ചെടുക്കപ്പെട്ട ഏകദേശം 80 ലക്ഷം ടൺ പാറക്കല്ല് ഇതിനടുത്ത പ്രദേശങ്ങളിൽ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതികളിൽ ഒന്നായ ഗിസയിലെ പിരമിഡ് നിർമ്മിക്കാൻ 50 ലക്ഷം ടൺ കല്ല് മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ എന്നിരിക്കെ 80 ലക്ഷം ടൺ മുറിഞ്ഞ കല്ലിൻ കഷ്ണങ്ങൾ 1500 വർഷങ്ങൾക്ക് മുൻപ് എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുമെന്നുള്ളത് ഇപ്പോഴും നിഗൂഢമായി തുടരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരം ഒരുപാട് അത്ഭുതങ്ങൾക്ക് പുറമെയാണ് ചുമരുകളിലും തൂണുകളിലുമുള്ള കൊത്തുപണികൾ. എല്ലോറയിലുള്ള 34 ക്ഷേത്രങ്ങളിൽ കൈലാസനാഥ ക്ഷേത്രം മാത്രമേ ആകാശത്ത് നിന്ന് നോക്കിയാൽ കാണുകയുള്ളൂ. മാത്രമല്ല, ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ അതിനു മുകളിൽ കൊത്തിവെച്ചിട്ടുള്ള 4 സിംഹരൂപങ്ങളും കാണാനായിട്ട് സാധിക്കും. 1500 വർഷങ്ങൾക്ക് മുൻപ് ഏത് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇവർ ഈ ക്ഷേത്രം പണിതത് എന്നുള്ളത് ഇന്നും ദുരൂഹമായ കാര്യമാണ്. ലോകത്ത് റോക്കറ്റിംഗ് കൊണ്ടുള്ള നിർമ്മിതികൾ ഒരുപാട് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു വമ്പൻ പാറയെ തന്നെ അല്ലെങ്കിൽ ഒരു മലയെ തന്നെ മുകളിൽ നിന്നും തുടങ്ങി തൂണുകളും ബാൽക്കണികളും അനേകം മുറികളുമുള്ള ഒരു ക്ഷേത്രമാക്കി മാറ്റിയ ഒരേ ഒരു സ്ഥലം എല്ലോറ ഗുഹ മാത്രമാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാൽ പോലും ഏകദേശം 100 വർഷത്തിനടുത്ത് സമയം വേണം ഇത്തരത്തിലൊരു ഗുഹയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിർമ്മിതിയോ പൂർത്തിയാക്കാൻ വേണ്ടി. പക്ഷേ കേവലം 20 വർഷം കൊണ്ട് മാത്രമാണ് എല്ലോറ ഗുഹകളുടെ പണി പൂർത്തിയാക്കിയത് എന്നുള്ളതാണ് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വസ്തുത എന്നത്. അതുകൊണ്ട് തന്നെ എല്ലോറ ഗുഹകൾ നിർമ്മിച്ചത് മനുഷ്യനല്ല എന്ന് വാദിക്കുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. എല്ലോറ ഗുഹ നിർമ്മിതികളിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് കൈലാസനാഥ ക്ഷേത്രമാണെങ്കിലും ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് മറ്റെല്ലാ ഗുഹകളും ക്ഷേത്രങ്ങളും നിലനിൽക്കുന്നത്. അതിൽ തന്നെ ബുദ്ധവിഹാരങ്ങളും ജൈന മതകേന്ദ്രങ്ങളുമുണ്ട്. ഈ നിർമ്മിതികളെല്ലാം തന്നെയും അതിമനോഹരമായ കൊത്തുപണികളാൽ അലങ്കൃതമാണ്. ഹിന്ദു വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗുഹകളിൽ കാര്യമായി ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത് രാമായണവും മഹാഭാരതവുമാണ്. അതേസമയം ജൈനമതക്കാരുടെ ഗുഹകളിൽ പ്രധാനമായും ബാഹുബലി, മഹാവീരൻ, ഇന്ദ്രാണി, പത്മാവതി, തീർത്ഥങ്കരന്മാർ എന്നിവരുടെ 100 കണക്കിന് വിഗ്രഹങ്ങൾ ഒറ്റക്കൽ വിസ്മയങ്ങളായി നിലനിൽക്കുന്നു. എന്തുതന്നെയായാലും ആധുനിക മനുഷ്യന് ഇതുവരെ
പിടിതരാത്ത ഒരു നിഗൂഢ രഹസ്യമായി എല്ലോറ ഗുഹകളുടെ രഹസ്യം ഇന്നും നിലനിൽക്കുന്നു. ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒരു നിർമ്മിതിയായി തന്നെ.